രാജ്യത്ത് നോട്ട് നിരോധിച്ചത് നാട്ടുകാരെ മൊത്തം നരകവാരുതി നടുവിലാക്കിയപ്പോൾ പ്രതിഷേധങ്ങൾ പല വിധേന കത്തിക്കയറിയതാണ്. എന്നാൽ ഏത് പ്രതിഷേധത്തിനും വ്യത്യസ്തത കാണിക്കുന്ന കെ.സി. അബുവിന് നോട്ട് പ്രതിഷേധത്തിൽ പ്രത്യക്ഷമായി ഏർപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ക്ഷീരകർഷക സംഘം പാൽ വിറ്റിട്ടും കാശ് കിട്ടാതായതോടെ കോഴിക്കോട്ടൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഉദ്ഘാടകനാക്കിയത് കെ.സി. അബുവിനെ. DCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയ അബൂക്ക ഏത് സമരമായാലും ഇപ്പോൾ മുന്നിലുണ്ടാകും. അങ്ങനെ മോദിക്കെതിരെ കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്ത് നടന്ന മികച്ച പ്രതിഷേധ പരിപാടി ഒന്നുകൂടി. ആക്ച്വലി ഇതിപ്പോ എത്ര ലിറ്റർ കാണും? 6 ലിറ്റർ ഉണ്ടാവും. അയ്യോ, ചുരുങ്ങിയതൊരു 10 ലിറ്റർ എങ്കിലും. ബാക്കി വെള്ളം ചേർത്താ മതി. തമ്മുണ്ടാവില്ലടോ, ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. പക്ഷെ ശുദ്ധമായ പശുവിന്റെ പാലായതുകൊണ്ട് 10ന്റെ ഗുണം ചെയ്യും. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പാല് ഒഴിച്ചുകൊണ്ടുള്ള ഒരു പ്രതീകാത്മകമായ പ്രതിഷേധ സമരമാണ് നിങ്ങൾ നടത്താൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഞാൻ നേരത്തെ കുഞ്ഞായിനോട് പറഞ്ഞു, ഇതൊരു പ്രതിഷേധമല്ല നിങ്ങൾ ഇന്നിവിടെ നടത്തുന്നത്, മറിച്ചൊരു പ്രാർത്ഥനയാണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ ജയലളിതയ്ക്ക് അവരുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞതിനെ തുടർന്ന് അസുഖം ബാധിച്ചപ്പോൾ, മരണശയ്യയിലായപ്പോൾ, വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ, വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ടൊന്നും തന്നെ കാര്യമായ പുരോഗതി ഇല്ലാത്ത ഒരു ഘട്ടം വന്നപ്പോൾ തമിഴ്നാട്ടിലെ ജനത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അവരുടെ രോഗം മാറുവാൻ, അവരുടെ ആയുസ് നീട്ടിക്കിട്ടുവാൻ പ്രാർത്ഥന നടത്തുകയുണ്ടായി. തമിഴ്നാട്ടിൽ ലക്ഷക്കണക്കിന് ലിറ്റർ പാല് റോഡിൽ ഒഴുക്കിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന തമിഴ്നാട്ടിൽ നടത്തിയതായി നമുക്കറിയുവാൻ സാധിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു അവരുടെ ആരോഗ്യനിലയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പാല് ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ ക്ഷീരകർഷകർ പ്രാർത്ഥിക്കുന്നത് നരേന്ദ്രമോദിയുടെ ആയുസ് നീട്ടിക്കിട്ടുവാനല്ല, ആണോ? അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആയുസ് നീട്ടിക്കിട്ടുവാനുമല്ല, മറിച്ച് നരേന്ദ്രമോദിക്ക് ദൈവം നല്ലത് തോന്നിക്കട്ടെ, സൽബുദ്ധി തോന്നിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ പാലൊഴുക്കി നാം ഇന്നിവിടെ ഒരു പുതിയ പ്രാർത്ഥന നടത്തുന്നത്. ൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയപ്പോൾ ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും ഒക്കെ പരാജയപ്പെട്ട് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് പിന്നോക്ക ദളിത ജനവിഭാഗങ്ങളാണ്. അന്നാണ് ബെൽച്ചിയിൽ ഹരിജനങ്ങളെ കൂട്ടക്കൊല നടത്തിയത്. ആ സന്ദർഭത്തിൽ ഇന്ത്യയുടെ മതിലുകളിലൊക്കെ ഒരു മുദ്രാവാക്യം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആനത്തലയോളം വലുപ്പത്തിൽ എഴുതി വെച്ചത് ഇന്ദിരയെ തിരിച്ചു വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്നാണ്. ഇന്ന് എല്ലാ മതിലുകളിലും മോഡിയെ തിരിച്ചു വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് ചുമരെഴുതേണ്ട സമയമാണ്. ഇന്ദിരയെ തിരിച്ചു വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയുടെ സിംഹാസനത്തിലേക്ക് തിരിച്ചു വിളിക്കാനാണ് അന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നാൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയുടെ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് വിളിക്കാനാണ് പറയുന്നത്.
കുട്ടിക്കാലത്ത് നമ്മളൊരു പാട്ട് കേട്ടില്ലേ? വാല് പിടിച്ചൊരു പുലിയച്ഛൻ, പുലി വാല് പിടിച്ചൊരു നായരച്ഛൻ, നടുവില് നട്ടം തിരിഞ്ഞ് നമ്മള് ഹലാക്കിലായി ചങ്ങാതി എന്ന് പറയുന്ന പോലെ വാല് പിടിച്ചൊരു മോടിയച്ഛൻ, മോടി പിടിച്ചൊരു പുലിയച്ഛൻ, നടുവില് നട്ടം തിരിഞ്ഞ് നമ്മള് ഹലാക്കിലായി ചങ്ങാതി എന്ന അവസ്ഥയാണ് ഈ രാജ്യത്തുള്ളത്. ഇവർക്ക് എത്രയും പെട്ടെന്ന് കാശ് കിട്ടണം. മാസത്തിൽ സൊസൈറ്റിക്ക് ആഴ്ചയിൽ 24,500 രൂപ കിട്ടിയാൽ പോരാ. ഒരു ദിവസം 500-550 ലിറ്റർ പാൽ അളക്കുന്ന ക്ഷീര സംഘം. അതുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ചവർക്ക് ബുദ്ധിയുണ്ട്. വേറെ ആരെ ഉദ്ഘാടകനാക്കിയാൽ ആ സമരത്തിന് ഇത്രയും മാറ്റി കിട്ടുക, ഇത്രത്തോളം പ്രേക്ഷകരെ കിട്ടുക? എന്തായാലും ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങളും ചടങ്ങുകളും വലിയ കാലം നടത്താൻ പറ്റില്ലല്ലോ എന്ന ധർമ്മസങ്കടത്തിലാണ് പാവം അബൂക്ക് എന്നത് ഇവരൊക്കെ അറിയുന്നുണ്ടോ ആവും. അപ്പോൾ പിന്നെ സ്വർണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു ചുവട് കൂടി മുന്നോട്ട് നീങ്ങിയ മോദിജിക്കെതിരെ കൈവിട്ട സമരങ്ങളുമായി താങ്കൾ വീണ്ടും രംഗത്ത് വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു ഇടവേള കൂടി എടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ മോദിയുടെ അച്ഛാദിനങ്ങളിലെ കരി.